ബസ് സ്റ്റാൻഡിൽ ഡിവൈഎഫ്ഐ സ്ഥാപിച്ച പ്രതീകാത്മക വായനശാലയ്ക്ക് സമീപം കൂടുതൽ പ്രചരണ ബോർഡുകൾ ഉയരുന്നു. ഏറ്റവും ഒടുവിലായി അയോധ്യ ക്ഷേത്ര പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ബോർഡാണ് സ്ഥാപിച്ചത്. ഇതിനിടെ നിയമം ലംഘിച്ചുള്ള പ്രവൃത്തികൾക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുവാനൊരുങ്ങുകയാണ് മുസ്ലിം ലീഗ്. നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ശോഭയേകാൻ ഇനി ശോഭിക മാത്രം. ശോഭിക വെഡിങ്സ് ബിഗ് മാൾ കാഞ്ഞങ്ങാട്. ഈ മാസം 20 നടക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥമാണ് കാഞ്ഞങ്ങാട് നഗരമധ്യത്തിലെ റോഡരികിൽ ഡിവൈഎഫ്ഐ 4 മീറ്റർ വീതിയും അതിലേറെ നീളവുമുള്ള വായനശാല മാതൃക ഒരുക്കിയത്. ഇതിനെതിരെ റോഡിൽ ഗതാഗതത്തിനും കാൽനടയാത്രക്കാർക്കും തടസ്സം സൃഷ്ടിക്കുന്നുവെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ രംഗത്തെത്തിയതോടെ വിഷയം വൻ വിവാദമായി മാറി. റോഡരികിലെ പ്രചരണ സംവിധാനം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും കാഞ്ഞങ്ങാട് നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകുകയും ചെയ്തു. ഇതിൽ നടപടിയുണ്ടാകാത്തതോടെ ഡിവൈഎഫ്ഐയുടെ പ്രതീകാത്മക വായനശാലയ്ക്ക് സമീപത്ത് തന്നെ കോൺഗ്രസ് കുടിൽ കെട്ടിയുയർത്തി. ഇതിന് പിന്നാലെ ഇപ്പോൾ അയോധ്യ ക്ഷേത്ര പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ബോർഡും ഇവിടെ ഉയർന്നു. ക്ഷേത്ര മാതൃകയിലുള്ള പ്രചരണ ബോർഡാണ് സീബ്ര ലൈനിന് സമീപത്തായി യുവമോർച്ച പ്രവർത്തകർ സ്ഥാപിച്ചത്. ഇത്തരത്തിൽ രാഷ്ട്രീയ പോര് മുറുകവെ നിയമം ലംഘിച്ചുള്ള പ്രചാരണ നിർമ്മിതിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുവാനൊരുങ്ങുകയാണ് മുസ്ലിം ലീഗ്. കേസിൽ ഡിവൈഎഫ്ഐയെയും ബന്ധമുള്ള ഉദ്യോഗസ്ഥരെയും കക്ഷി ചേർക്കുമെന്ന് മുസ്ലിം ലീഗ് കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം കമ്മിറ്റി നേതൃത്വം വ്യക്തമാക്കി. പൊതുസ്ഥലത്ത് സ്ഥാപിച്ച കൊടികളും തോരണങ്ങളും നീക്കം ചെയ്യണമെന്ന ഹൈക്കോടതി നിർദ്ദേശമുള്ളതാണെന്നും നിർമ്മിതി പൊളിച്ച് നീക്കം ചെയ്യുന്നതിൽ നഗരസഭ, പൊതുമരാമത്ത്, റവന്യൂ അധികൃതർ നിസ്സംഗത കാണിക്കുകയാണെന്നും ലീഗ് നേതാക്കൾ കുറ്റപ്പെടുത്തി. കളക്ടർ, സബ് കളക്ടർ, ജില്ലാ പോലീസ് ചീഫ്, ഡിവൈഎസ്പി എന്നിവർക്ക് മുസ്ലിം ലീഗ് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഡിവൈഎഫ്ഐ നിർമ്മിച്ച പ്രതീകാത്മക വായനശാല പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് കാഞ്ഞങ്ങാട് നഗരസഭയിലെ UDF കൗൺസിലർമാരും രംഗത്തെത്തിയിട്ടുണ്ട്. നടപടി ആവശ്യപ്പെട്ട് RDO, നഗരസഭാധ്യക്ഷ, സെക്രട്ടറി, ഡിവൈഎസ്പി എന്നിവർക്ക് കൗൺസിലർമാർ പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.